ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഒരുമിച്ച് ദൈവസഭയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ നല്ല തന്നെ ദൈവസഭയിലുള്ള പ്രിയപ്പെട്ടവർ, മുരിക്കാട്ടുകുടിയിലുള്ളവർ, പേരുകുളത്തുള്ളവർ, തിരുവല്ലായിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവർ, അങ്ങനെ നമുക്ക് ഒരുമിച്ച് ദൈവം തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യാം. അവരുടെ ലൈഫ് ഫെലോഷിപ്പ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇങ്ങനൊരു ആരാധന ദൈവം നമുക്ക് ക്രമീകരണം ചെയ്തല്ലോ. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നതായ പുതിയ വഴികളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. എത്ര പേരെ സന്തോഷമുള്ളത്? ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. അതിന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം തുറന്ന വഴി, ദൈവമക്കൾ ശ്രദ്ധിച്ചു വെക്കണം, ദൈവം തുറന്ന വഴി ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ദൈവം തുറന്നു തരുന്ന വഴികൾക്കായി സ്തോത്രം ചെയ്യാം. കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട ഇടത്തെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ ഞാൻ സ്വാഗതം. എനിക്ക് തോന്നുന്നു നേരത്തെ ആൾക്കാർ ഒത്തിരി പേര് കൂടിയിട്ടുണ്ട്, എന്നാൽ ഫസ്റ്റ് ടൈമാണ് ഇത്ര പേര് ഒരുമിച്ച് നമ്മൾ കൂടി സഹായിച്ചു. പ്രത്യേകമായി അബണ്ടൻസ് ലൈഫ് ഫെലോഷിപ്പ് ചർച്ചിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ ഈ ദേശത്തിന് നടുവിൽ കർത്താവ് ശുശ്രൂഷിക്കാൻ അയച്ചപ്പോൾ വളരെ ശൂന്യാവസ്ഥയിൽ നിന്നാണ് ഇത് ആരംഭിച്ചത് അല്ലെങ്കിൽ കുറിച്ചത്. ദൈവത്തിന് വലിയ കൃപയാണ് ഈ നല്ലൊരു ദേശത്തെ കർത്താവിനെ നോക്കുന്നതിന് വേല ചെയ്യുവാൻ സ്വർഗത്തിൻ്റെ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രിയ അച്ഛനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജോണി അച്ഛൻ CSIയിലെ അവിടുത്തെ വലിയ ശുശ്രൂഷയിലായിരുന്നു. എന്നാലും ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്യമാണ്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ എന്താക്കും? സ്വതന്ത്രരാക്കും. പ്രിയ അച്ഛൻ സ്വതന്ത്രനായി, അതിൻ്റെ പുറകിൽ ഞാനൊരു സ്വതന്ത്രനായി. അവരുവിടായിരിക്കും പ്രിയ സെബാസ്റ്റ്യൻ സാറ് CSIയിലെ ഒരു ഉപദേശിയായിരുന്നു. പ്രിയ സെബാസ്റ്റ്യൻ സാർ സ്വതന്ത്രനായി. നമ്മളെല്ലാം കർത്താവിന് സ്വതന്ത്രരായി. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ.
കഴിഞ്ഞ ദിവസങ്ങളിൽ അവിഡൻസ് ചേർച്ച് ഫെലോഷിപ്പിന്റെ നേതൃത്വം നൽകുന്ന ദൈവത്തിന്റെ ദാസന്മാർ ഈ ചേർച്ചിൽ കടന്നു വരികയും പ്രിയ അച്ഛന് എന്നോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവിഡൻസ് ലൈഫ് ഫെലോഷിപ്പ് ചർച്ചമാർക്ക് ഒരുമിച്ച് ചേർന്ന് ശുശ്രൂഷിക്കാനായിട്ട് ഞങ്ങൾ പ്രിയ അച്ഛനോട് ഒരുമിച്ച് സംസാരിക്കാനൊക്കെ കർത്താവ് അവസരം നൽകി. പക്ഷെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഓർക്കില്ല. വേഗത്തിൽ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, കർത്താവ് ചെയ്തു. നാളുകളായി നല്ലതടി ചേർച്ചിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ പലപ്പോഴും ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ, CSL പുറത്ത് വന്നൊരു ഇൻഡിപെൻഡൻറ്റ് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് കാത്തിരുന്നു. കർത്താവ് എൻ്റെ നാളുകൾ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ചേർച്ച് രജിസ്ട്രേഷൻ ചെയ്യാനൊക്കെ ഞാൻ താല്പര്യപ്പെട്ടു. അതിനുള്ള കാര്യങ്ങളെല്ലാം നീക്കം ചെയ്തു. പക്ഷേ ആ കാര്യങ്ങളൊന്നും ഒരു 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 പൂർത്തീകരണം ഉണ്ടായില്ല. അങ്ങനെ മുമ്പിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചത്, കർത്താവേ ഞങ്ങൾക്ക് ഈ നാളുകളിൽ ഒരു ഫെലോഷിപ്പിനോട് ചേർന്ന് എന്ത് ചെയ്യണം, നിൽക്കണം. ഹല്ലേലൂയ. അങ്ങനെ സഭയുടെ പ്രാർത്ഥന സ്വർഗ്ഗത്തിലെ ദൈവം കേട്ടു. ജോണിച്ചിനോട് പരിശുദ്ധിയാർന്ന് സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് കർത്താവ് വേലയിൽ ഒത്തിരി ഓടിയിട്ടുണ്ട്. ഈ നാളുകളിൽ ശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ടുമുട്ടി പ്രിയ ചുൻചാനെ ജോൻസാനൊക്കെയും ഒരുപാട് ഇവിടെ വന്ന് ഞങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാനും ആരാധിക്കാനൊക്കെയും കർത്താവ് അവസരങ്ങൾ നൽകി. എല്ലാവർക്കും കർത്താവിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കും. എത്ര പേര് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നല്ലതണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളെന്ന് പറയുമ്പോൾ തിരുവല്ലയിലെ ഏലം, ഉൾക്കാട്ടുകുടിയിലെ ഏലം, മേരുകുളത്തെ ഏലം, എല്ലാവരും പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഇംഗ്ലീഷിൽ ചില വാക്കുകൾ ഞാൻ ഇംഗ്ലീഷിൽ പറയും, ക്ഷമിക്കണം കേട്ടോ, ചിലത് മലയാളത്തിൽ പെട്ടെന്ന് കിട്ടുന്നില്ല. God will accomplish in his right time what you concern. നിങ്ങൾ എന്തിനെക്കുറിച്ച് ഭാരപ്പെടുന്നോ അത് കർത്താവിൻ്റെ സമയത്തിന് കർത്താവ് അത് നന്നായി ചെയ്തെടുക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. ഇതിനു മുമ്പേ ചില ദിവസങ്ങൾക്ക് മുമ്പേ പാസ്റ്റർ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. ഇത്ര പെട്ടെന്ന് ദൈവം അത് അക്കംപ്ലിഷ് ചെയ്യുമെന്നുള്ളത് ഞങ്ങളും ചിന്തിച്ചില്ല, വിചാരിച്ചില്ല. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, God will accomplish in his right time. അതിന് ഇംഗ്ലീഷിൽ ഒരു പദമുണ്ട്, ഇറ്റ്സ് അപ്പോയിന്റഡ് ടൈം എന്ന് പറയും. കർത്താവ് നിയമിച്ചിരിക്കുന്ന സമയത്തിന് കർത്താവ് എല്ലാം നന്നായിട്ട് എടുക്കാം. ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ ALF എന്ന് പറയുന്നത് അബണ്ടന്റ് ലൈഫ് ഫെലോഷിപ്പ് എന്ന് പറയുന്നതായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാമായിട്ട് പ്രയാസമായിരിക്കുന്നത്. സമൃദ്ധിയായിട്ടുള്ള ജീവന്റെ കൂട്ടായ്മ. ആർക്കൊക്കെ ജീവനുണ്ട്? ഇവിടെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ പാർട്ടായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ പാസ്റ്റർ, സെബാസ്റ്റ്യൻ ചാക്കോ പാസ്റ്റർ, പ്രിയമുള്ള എബ്രഹാംസനോട് ചേർന്ന് ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് CC ചർച്ചിനും അതുപോലെ ഞങ്ങൾ ചേർന്ന മുമ്പിലോട്ട് ടീമിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള കൃപ നൽകി. വിശേഷാലി നല്ല രണ്ട് പ്രദേശത്ത് പ്രകാരം അനുഗ്രഹമുறை കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുവാൻ ദൈവമായിരിക്കുന്ന സ്നേഹത്തെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ പ്രവർത്തനത്തിന് വളരെ അനുഗ്രഹമായി ചുക്കാൻ പിടിക്കുവാനായിട്ട് ALF-ന് കർത്താവ് എവിടെയാക്കിയതോർത്ത് ഒത്തിരി സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ അതിലെല്ലാ പ്രവർത്തനങ്ങൾക്കും ഒത്തിരി നന്ദിയും ഞങ്ങൾ സാറിനോട് ചേർന്ന് അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ സഭയുടെ ശുശ്രൂഷയൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. പ്രിയമുള്ള അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അനേകർക്ക് ഒരു ആശ്വാസമായി, അനേകരുടെ ജീവിതത്തിൽ വിടുതലായി, അനേകരെ
ദൈവത്തിനെ ഒരുക്കിയെടുക്കുന്ന ഒരു ദൈവസഭയായി രൂപാന്തരപ്പെട്ട എന്നുള്ള ഒരു വലിയ ആശംസകൾ അറിയിക്കുമ്പോൾ തന്നെ ദിവസത്തിലൂടെയൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും സ്വർഗ്ഗീയ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. യഹോവയുടെ ആലയത്തിൽ കഴിയുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. 1000 ദിവസങ്ങൾ കടന്നു പോകാൻ ഒരു ദീർഘ സമയമെടുക്കും. അതിനേക്കാളും ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ആനന്ദകരമായ ഒരു ദിവസവും ഒരു നിമിഷവും സ്വർഗം എന്ന പകൽക്കാലം ഒരുക്കിയിരിക്കുകയാണ്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാനായ എബ്രഹാം പാസ്റ്ററും, സ്നേഹമുള്ള ഞങ്ങളുടെ സഹപ്രവർത്തന ചുമച്ചായൻ, ഈ ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിൽ ദൈവത്തിൻ്റെ സുവിശേഷം ശക്തിയോടെ ഘോഷിക്കുന്ന ഏറ്റവും ബഹുമാനായ ജോണിച്ചൻ പാസ്റ്റർ, ഏറ്റവും പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ പാസ്റ്റർ, ഒരിക്കലായിട്ട് ചർച്ച്, ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവർ, തിരുവല്ലയിലായിരിക്കുന്നവർ, മേരികുളത്ത ചർച്ചിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വലിയ സ്നേഹത്തെ അറിയിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അബണ്ടന്റ് ലൈഫ് ചർച്ച്, അത് അതിൻ്റെ സ്ഥാപനം വാസ്തവത്തിൽ കുവൈറ്റിലാണത് തുടങ്ങുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആൾക്കാർ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുകയും ദൈവിക ശുശ്രൂഷകൾക്ക് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കൈത്താങ്ങൽ നൽകുകയും ചെയ്തു വരും. അതിൻ്റെ ഒരു ശാഖ ആദ്യം തിരുവനന്തപുരത്തൊരു ശാഖയുണ്ട്, തിരുവല്ലായിൽ അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇടുക്കിയിൽ മുരിക്കാട്ടുകുടിയിൽ അതിൻ്റെ ഒരു സർവീസ് എല്ലാ ആഴ്ചയിലും സൺഡേയിൽ നടക്കുന്നു. അതിനുശേഷം ദൈവകൃപയാൽ ഈ അബണ്ടന്റ് ലൈഫ് ചർച്ചിനോട് ചേർന്ന് ഈ നല്ലതണ്ണി എന്ന പ്രദേശത്തെയും കർത്താവ് ഒരുക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ജോണിച്ചൻ പാസ്റ്റർ വന്നപ്പോൾ പറഞ്ഞു, ഏലപ്പാറ നിന്ന് അകത്തേക്ക് പോകുന്നൊരു വഴിയുണ്ട്, വാഗമണിന് പോണ റൂട്ടിൽ. അവിടെ നല്ലതണ്ണി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് വിശ്വാസികളുണ്ട്. അവരോട് ഒന്നിച്ച് നമുക്കൊരു ആരാധന ക്രമീകരണം മുമ്പോട്ടുള്ള കാലങ്ങളിൽ നടത്തുന്നത് ദൈവഹിതമെങ്കിൽ, ദൈവ ഇഷ്ടമെങ്കിൽ, ദൈവനാമ മഹത്വത്തിനുണ്ടെങ്കിൽ, അനേകരുടെ വിടുതലിന് അത് പ്രയോജനകരമാകുന്നെങ്കിൽ നമ്മുടെ വഴികളെ ഒരുക്കുവാൻ പ്രാർത്ഥിക്കണം. അതാണ് അതിൻ്റെ ഒരു തുടക്കം. അങ്ങനെ അദ്ദേഹം അതിനൊരു ആലോചന തന്നു. കഴിഞ്ഞ ഒരു 1.5 മാസത്തിന് മുമ്പ് ഞങ്ങളിവിടെ വന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചു. ഒരു 2 ആഴ്ച മുമ്പ് ഈ എബ്രഹാം പാസ്റ്ററിനെ കൂടി ഞങ്ങൾ അതിൻ്റെ കുറെ കൂടിയാലോചനകൾ സംസാരിച്ചു. വളരെ വേഗം കർത്താവ് അത് പ്രവർത്തിച്ചു. ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മണ്ഡലം അങ്ങനെയാണ്. നമ്മൾ ചിന്തിച്ചതിലും നമ്മൾ നിരൂപിച്ചതിലും നമ്മൾ ആഗ്രഹിച്ചതിലൊക്കെ അപ്പുറമായി കർത്താവ് പ്രവർത്തിക്കും. എന്തിനാണെന്നറിയാം? അനേകരുടെ ജീവിതത്തിന് വിടുതൽ നൽകുവാനാണ്, അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനാണ്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതായ ഒരു ആത്മീക ദർശനവും ആത്മീക അനുഗ്രഹങ്ങളും ഭൗതിക നന്മകൾ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്ന അനുഭവത്തിലാണ് വേഗത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മളെല്ലാം ഈ അബണ്ടന്റ് ലൈഫ് ചർച്ച് എന്നുള്ളതായ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കുടുംബത്തിൻ്റെ മാതാപിതാക്കളും സഹോദരന്മാരും സഹോദരികളുമാണ്. എന്ന് ഈ നല്ലതണ്ണി എന്നുള്ള പേര് കേട്ട അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രദേശത്തെയും നിങ്ങളെയൊക്കെ കണ്ടില്ലെങ്കിലും കാണാതെ നിങ്ങളെയൊക്കെ ആത്മാവിൽ കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനേകം കൂട്ടം ജനങ്ങളാണ്. അത് കുവൈറ്റിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, തിരുവല്ലായിലുണ്ട്. ഞങ്ങളുടെയൊക്കെ ഈ പേഴ്സണൽ, ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിങ്ങളെ എല്ലാ ദിവസവും ഓർക്കുന്നു. എന്ന് ഈ പേര് കേട്ടോ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെ ഓരോരുത്തരുടെയും പേരറിയാൻ വയ്യാമെങ്കിലും ഞങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ദൈവങ്ങൾ തന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു കുടുംബമാണ്, നമ്മളൊരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമ്മുടെ 5 വിരലുകൾ കൂടെ ഒരു കയ്യിൽ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തോടെ ഈ ശുശ്രൂഷകളിൽ നമ്മൾ ഒന്നിച്ച് ആയിരിക്കണം, ഒന്നിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് നമ്മുടെ വേദനകളെ പങ്കിടണം, ഒന്നിച്ച് ആത്മാക്കളെ നേടുവാൻ നമ്മളൊരു വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകിലെ ദുഷ്ടാത്മ സേനയോടും മാത്രമേ. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൽ പലവിധമായ പോരാട്ടമുണ്ട്. നല്ല ധനമുള്ളവർ, നല്ല ആരോഗ്യമുള്ളവരും തീരെ ആരോഗ്യം കുറഞ്ഞ ആളും നാം
കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന പ്രിയാലോചിച്ചാണ് കർത്താവ് സ്തോത്രം ചെയ്യുമ്പോൾ നല്ല ദൂത എന്നത് പകൽ നമ്മളെല്ലാം ഒരു ഫൈറ്റിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആ വാക്യം വായിച്ചപ്പോൾ മനസ്സിലായി ഒടുവിൽ ഫൈനലി അവസാനം അപ്പൊ നമ്മളെല്ലാം ഒരു ഫൈനൽ മാച്ചിലാണ് നിൽക്കുന്നത്. ഒന്ന് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കർത്താവ് സകലത്തെയും ജയിച്ചവനാണ്. ഹല്ലേലൂയ. അപ്പൊ ഫൈനൽ നിൽക്കുന്ന അവൻ ചില വിഷയങ്ങളുടെ മേൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവ് സംസാരിച്ചു. അത് നമ്മളൊക്കെ ഞാനൊക്കെ എവിടെയെങ്കിലും പോയി പെടാന്ന് പ്രസംഗിച്ചിട്ട് വന്നുള്ളേ മനസ്സിലാകുന്നല്ലോ. ഞാൻ പോയി ചില സമയമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, പോയി ഞാൻ പ്രസംഗിക്കും. പക്ഷെ പ്രിയ അച്ഛന് മണിക്കൂറുകൾ ഇരുന്ന് അതിന് നോട്ട്സ് എടുത്ത് എല്ലാം ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏറ്റവും ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ നല്ല നേതൃത്വത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി അധ്വാനിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ഓടി ചെയ്യുന്നു. പറ്റുന്നിടത്തോളം ദൈവനാമത്തിന് വേണ്ടി നാളുകളിൽ ശക്തമായി ഉപയോഗിക്കുകയാണ് കർത്താവ്. പ്രിയ ദൈവദാസനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. തിരുവല്ലയിൽ നിന്ന് വന്നവർക്കായി കർത്താവ് സ്വാഗതം ചെയ്യുന്നു. കർത്താവിനെ ധാരാളം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് വീണ്ടും കൂടാം, പ്രാർത്ഥിക്കാം, കർത്താവിന്റെ നാമത്തിൽ വിശുദ്ധിയോടെ നിൽക്കാം. ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോകണം. നിങ്ങൾ നല്ലപോലെ പ്രത്യേകിച്ച് ഈ അമണ്ടൽ ലൈഫ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ അതിന്റെ മലയാള അർത്ഥം പറഞ്ഞായിരുന്നു. എന്താ അച്ഛൻ പറഞ്ഞു? സമൃദ്ധിയായിട്ടുള്ള ജീവന്റെ കൂട്ടായ്മ. ഇത് നിങ്ങള് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കോഴിക്ക് നമുക്കൊരു ചർച്ച ഉണ്ട്. അവിടെ കുറെ ദൈവമക്കൾ കുവൈറ്റിലും തിരുവനന്തപുരത്തും ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് കൃപ നൽകുന്നതിനെ സ്തോത്രം ചെയ്യും. ഒരു കാട്ടുകുടിയിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. മേലുള്ളത്തുനിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. തിരുവല്ല നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. യാത്രയെല്ലാം കർത്താവ് കൂട്ടുന്നതിനായി സ്തോത്രം ചെയ്യാം. നല്ല തണ്ണീരുള്ള പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ കർത്താവിനെ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾ നടക്കണം. പ്രത്യേകിച്ച് കർത്താവെ ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അബണ്ടൽ ലൈഫ് ഫെലോഷിപ്പ് എന്ന കൂട്ടായ്മയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് 2-3-4 പേര് ഒരുമിച്ച് പ്രാർത്ഥന ആരംഭിച്ചു തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. ഇന്ന് ത്രത്തോളം ദൈവം നടത്തിയതിനായി സ്തോത്രം. അനേക ദൈവമക്കളെ അതിനകത്ത് ദൈവം എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. അനേക ദൈവദാസന്മാരെ അതിനകത്ത് ദൈവം അഭിഷേകത്തോടെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആത്മീയ ശുശ്രൂഷകൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ പല ദേശങ്ങളിൽ ചെയ്യാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. ഉള്ള പ്രവർത്തനങ്ങളെല്ലാം മാനിക്കണം. ഞങ്ങളെ കർത്താവ് സമാധാനത്തോടെ അയക്കുന്നതിനായി സ്തോത്രം. സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
ആന്റി വാങ്ങ